ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് വലയം എന്ന നോവലാണ്. അതിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല. VS നിര്യാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ തിരക്കുകളിൽ പെട്ടുകിടക്കുകയായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുക ഒത്തിരി സ്നേഹത്തോടെ. അപ്പം നമ്മുടെ നോവലിലേക്ക് പോയാലോ. വലയം അധ്യായം 10, നോവൽ തുടർച്ച. നീ അവളെ തല്ലിയോടോ? തല്ലണ്ടല്ലോ, നോക്കിയാൽ മതിയല്ലോ മോങ്ങാൻ. ഞാൻ മോനെ ഒന്ന് കൊണ്ടുപോയതിനാണോടോ വഴക്കും വെക്കാണോ? അതെ, അമ്മയോട് ആര് പറഞ്ഞു അപ്പൂനെ കൊണ്ടുപോകാൻ? ദേ, കൊണ്ടുപോയതുപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒട്ടും തേഞ്ഞു പോയിട്ടില്ല. എനിക്കിഷ്ടമല്ല അത്. എന്നാൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. സൂസന് ദേഷ്യം വന്നു. ഒന്നുകിൽ നീ അവൾക്ക് സഹായത്തിനും അപ്പൂവിനെ നോക്കാനുമായിട്ട് ആരെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് പ്രസവം എടുക്കുമ്പോഴേക്കും വിഷമതകളൊന്നും നിങ്ങൾ ആണുങ്ങൾക്കറിയില്ല. അന്ന് രാത്രി നോബലിനെ കെട്ടിപ്പിടിച്ച് കിടക്കെ അപ്പു പറഞ്ഞു, അപ്പാ, മുത്തശ്ശിയുടെ വീട്ടിൽ സിനിമ ഉണ്ട്, നല്ല ശൈല, വലിയൊരു പെട്ടിയാ, അതിനകത്ത ആളുകൾ. മുത്തശ്ശി എനിക്ക് കളിക്കാൻ കാറ്, ബസ്, തീവണ്ടി, വിമാനം, ബലൂണൊക്കെ തന്നു. നല്ല ശേലാപ്പാ. അപ്പാ അപ്പാ അവൻ അവളുടെ വയറിൽ തോണ്ടി. എന്താടാ? മുത്തശ്ശിയുടെ വീടും നല്ലതാ അപ്പാ, നല്ല വീടാ. വലുതാ, വലിയ വീടാ. അപ്പ കണ്ടോ? നല്ലതല്ലേ? മുത്തശ്ശി നല്ലതല്ലേ? ജാൻസിയുടെ പ്രസവ തീയതി അടുത്തടുത്ത് വരികയായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധം പറ്റരുതെന്ന് കരുതി നോബിൾ പ്രസവ തീയതിക്ക് 4 ദിവസം മുമ്പേ ജോലിക്ക് പോകുന്നത് നിർത്തി. ഇടയ്ക്കിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ജാൻസിയെ പരിശോധിച്ചു. പ്രസവത്തിന് 2 നാൾ മുമ്പേ ജാൻസിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. സൂസൻ ജാൻസിയുടെ സഹായത്തിന് നിന്നു. ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നതിനാൽ ഇത്തവണ അത് വേണ്ടി വന്നു. എങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കഴിഞ്ഞു. പെൺകുഞ്ഞ് സൂസന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് നേഴ്സ് പറഞ്ഞു, ഇത്തവണ പെൺകുട്ടിയാടാ, നിനക്കതല്ലേ വേണ്ടിയിരുന്നതും. നോബലിൻ്റെ നേർക്ക് അവർ കുഞ്ഞിനെ നീട്ടി. അയാൾ അവളെ വാങ്ങി. ഇപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ പരിഭ്രമമില്ല. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാം. കുഞ്ഞുഞ്ഞിയാണോ അപ്പ? അപ്പോ എത്തിക്കുത്തി നിന്ന് നോക്കി. നിനക്കൊരു കുഞ്ഞു പെങ്ങള്, നിന്റെ അനിയത്തി, സൂസൻ പറഞ്ഞു. അനിയത്തിയോ? എന്തേ? നോക്കട്ടെ. നോബിൾ കുഞ്ഞിനെ താഴത്തേക്ക് പിടിച്ചു കാട്ടി. പിന്നെ ചോദ്യങ്ങളുടെ പ്രവാഹമായിരുന്നു. അനിയത്തി എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ഉറങ്ങുകയാണോ? അവനോടൊപ്പം കളിക്കാൻ വിടുവോ? അവൾ എന്താണ് ഇത്ര ചെറുതായിരിക്കുന്നത് എന്നെല്ലാം അവനറിയണം. അവളിപ്പോൾ ഉറങ്ങുകയാ. ഉണരട്ടെ, നിന്റെ കൂടെ അവൾ കളിക്കും, ഓടും, ചാടും, ഊഞ്ഞാലാടും, എല്ലാം ചെയ്യും. മിടുക്കിയ, സൂസൻ പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ, ആകാംക്ഷയോടെ, കൗതുകത്തോടെ കുഞ്ഞിപ്പെങ്ങളെ നോക്കി നിന്നു. 2 ആഴ്ച കഴിഞ്ഞു. ജാൻസിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇത്തവണ സൂസൻ ഒരു ജോലിക്കാരിയെ ഏർപ്പാടാക്കി കൊടുത്തു. ഇടയ്ക്കിടെ സൂസൻ വന്നും പോയി നിന്നു. അധ്യായം 16. രാത്രി 8 മണി കഴിഞ്ഞു. നോബിൾ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ ഉറങ്ങാതിരിക്കുകയാണ്. നോബിൾ വന്നിട്ടേ അവൻ ഉറങ്ങും. ഇടവഴിക്കപ്പുറം റോഡിൽ ജീപ്പ് വന്നു നിന്നു. 4-5 പേര് അതിൽ നിന്ന് ഇറങ്ങി നോബിളിൻ്റെ വീട്ടിലേക്ക് വന്നു. വില്യംസും ജോയനും മൈക്കിളും ഡോണുമായിരുന്നു അവർ. നോബിളിൻ്റെ വീടല്ലത്? വരാന്തയിലേക്ക് കയറി വില്യംസ് ചോദിച്ചു. ജാൻസി പിടഞ്ഞെണീറ്റു വാതിക്കൽ വന്നു. അതെ. നോബിളില്ലേ? ഇല്ല. നീ നോബിളിൻ്റെ ഭാര്യ ജാൻസി അല്ലേ? അതെ. നിന്റെ 2ാമത്തെ കുട്ടിയാണോ കയ്യിൽ? പെറ്റ് കൂട്ടുകയാണല്ലേ? അത് പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. ജാൻസി പരുങ്ങി. കൊല്ലാനോ വളർത്താനോ? അപ്പോൾ ജാൻസിയുടെ സമീപം വന്നൊന്ന് ആഗതരത സൂക്ഷിച്ചു നോക്കി. നോബിളിൻ്റെ മോളല്ലേ? നീങ്ങുവാ, വില്യംസ് കൈകാട്ടി വിളിച്ചു. അപ്പോൾ സംശയിച്ചു നിന്നു. വില്യംസ് മുന്നോട്ട് വന്ന് അവൻ്റെ ചെന്നിയിലും കൈത്തലം അമർത്തി. എന്നിട്ട് അതേപടി അവനെ മേലോട്ട് ഉയർത്തി. അപ്പു ഭയന്ന് കാലുകൾ കുടഞ്ഞു.
ജാൻസി ഞെട്ടിപ്പോയി. ജാൻസിയുടെ കണ്ണുകളിലെ പേടി കണ്ട് വില്യംസ് പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ പിടിച്ച് നേരെ പൊക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു പട്ടാളക്കാരനായിരുന്നുള്ള വിവരം നിനക്കറിയില്ലേ? മനുഷ്യരെ വളരെ നിസാരമായി കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒട്ടും പേടിയില്ലാതെ അരയ്ക്കാതെ. അതേസമയം കൈ അല്പമൊന്ന് തിരിച്ചാ, ഒരു വശത്തേക്കൊന്ന് വെട്ടിച്ച, അതോടെ തീർന്നു ഇവൻ്റെ കഥ. കഴുത്തൊടിഞ്ഞ കോഴിക്കുഞ്ഞിനെ നീ കണ്ടിട്ടുണ്ടോ? അത് പറഞ്ഞ് അപ്പുവിനെ താഴെ നിർത്തി. ഞങ്ങളിപ്പോൾ ആരെയും കൊല്ലാനല്ല വന്നത്. നോബലിനെ ഒന്ന് കാണണം, 2 വാക്ക് സംസാരിക്കണം. ഇവൻ്റെ പേരെന്താ? അപ്പു. ജാൻസി പേടിയോടെ പറഞ്ഞു. അപ്പു. പാവം, കഷ്ടം. നോബലിന് മക്കൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നീ വീണ്ടും വീണ്ടും പ്രസവിച്ചെടുക്കുകയാണ്. എന്തിനാ? വീണ്ടും ചിരി. ജാൻസി മെല്ലെ അകത്തോട്ട് വലിഞ്ഞു. അവൻ വരട്ടെ, ഞങ്ങളിവിടെ ഇരിക്കാം. വില്യംസ് വരാന്തയിൽ ബെഞ്ചിലിരുന്നു. കോടീശ്വരൻ്റെ വീടേത് അറിയാമോ? വലിയ എസ്റ്റേറ്റ് മുതലാളിയുടെ. പക്ഷെ ഗാന്ധിജിയുടെ ജീവിത രീതിയാ. എന്തു ലളിതം. പിന്നെ ഈ അരമണിക്കൂർ കഴിഞ്ഞാണ് നോബൽ എത്തിയത്. വരാന്തയിലേക്ക് കയറിയിട്ട് നോബൽ അവിടെ ഇരുന്നവരെല്ലാം നോക്കി. തലയിൽ കെട്ടിയിരുന്ന തോർത്തഴിച്ച് കുടഞ്ഞ് അരഭിത്തിയുടെ മുകളിലിട്ടു. വില്യംസും സംഘവും നോബലിനെ അടിമുടി നോക്കുകയായിരുന്നു. അപ്പോൾ ഇവനാണ് ലോറിക്കാരൻ നോബിൾ. ഇവനെയാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ഇവനാണ് കൊലപാതക ശ്രമങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സാഹസികൻ. ഈ വെറും മനുഷ്യൻ. ഒത്തൊരു ശരീരമുണ്ടെന്നല്ലാതെ മറ്റൊരു സവിശേഷതയും അവർ അയാളിൽ കണ്ടില്ല. എടി ജാൻസി, നോബിൾ അകത്തേക്ക് നോക്കി വിളിച്ചു. ജാൻസി തലകാട്ടി. ഒരു കപ്പ് വെള്ളം തന്നേ, മുഖമൊന്ന് കഴുകട്ടെ. കണ്ണിലപ്പടി പൊടിയാ. ജാൻസി വെള്ളം എടുത്ത് കൊടുത്തു. നോബിള് തിണ്ണയിൽ നിന്ന് തന്നെ മുഖം കഴുകി. ഇവരൊക്കെ ആരാടേ? നോബിൾ ജാൻസിയോട് ചോദിച്ചു. തനിക്കറിയില്ലെന്ന് അവൾ കൈമലർത്തി. നീ ചോദിച്ചില്ലേ? ഇല്ല. ആരാണെന്ന് അറിയാത്തത് എന്തിനാടേ ഇവരെ തിണ്ണയെ കയറ്റിയിരുത്തിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല, കയറിയിരുന്നതാ. ചോദിക്കാതെയും പറയാതെയും കയറിയിരിക്കുന്നവരോട് ഇറങ്ങി പോകാൻ പറയണം. നിന്റെ വായിൽ നാക്കില്ലായിരുന്നോ? ജാൻസിയുടെ മുഖം കുനിഞ്ഞു. വരാന്തയിലുണ്ടായിരുന്നവർ താൻ വന്നപ്പോൾ ഒന്ന് എഴുന്നേൽക്കാത്തതും ഇതുവരെ ഒന്നും മിണ്ടാത്തതും നോബലിന് തീരെ സുഖിച്ചില്ല. മാത്രമല്ല, അവരുടെ കുത്തിത്തുളച്ചുള്ള നോട്ടവും അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. നോബൽ അവർക്ക് നേരെ തിരിഞ്ഞ് എളിക്ക് കൈകുത്തി നിന്ന് ചോദിച്ചു. സാറന്മാർ വന്ന വണ്ടിയാണ് ആ ഇടവഴിയിൽ അടഞ്ഞു കിടക്കുന്നത്? അതെ, മൈക്കിൾ പറഞ്ഞു. എന്നാലത് മുന്നോട്ടോ പിന്നോട്ടോ പുറകോട്ടോ മാറ്റിയിട്. മനുഷ്യന് വഴി നടക്കണ്ടേ? ഞങ്ങൾ ഉടനെ പോവുക, അന്നേരം മാറ്റിക്കോളാം, ജോയൻ പറഞ്ഞു. എന്നാൽ പോയാട്ടെ, ശകലം സംസാരിക്കാനുണ്ടായിരുന്നു. എങ്കിലും വണ്ടി നീക്കിയിട്ടിട്ട് വാ. മര്യാദ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലേ? വില്യംസ് പല്ലി ഞെരിച്ചു. ഉടനെ ഞങ്ങൾ മൈക്കിള് പൂർത്തിയാക്കാൻ നോബിൾ സമ്മതിച്ചില്ല. അയാളുടെ കൈ ചൂണ്ടി ശബ്ദം താഴ്ത്തി പറഞ്ഞു. വണ്ടി മാറ്റിയിട്ടിട്ട്. നോബിൾ കുപിതനായി കഴിഞ്ഞിരുന്നു. വില്യംസ് ജോയനെ കണ്ണു കാണിച്ചു. ജോയൻ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒതുക്കിയിട്ടിട്ട് തിരികെ വന്നു. അപ്പോൾ നീയാണല്ലേ ലോറിക്കാരൻ നോബിള്? വില്യംസ് ചോദിച്ചു. അത് നീ മനസ്സിലായില്ലേ? വില്യംസിൻ്റെ കണ്ണുകൾ ഇടുങ്ങി. അയാൾ നോബിളിനെ നോക്കി. കേട്ടിടത്തോളമൊന്നും ഇല്ലല്ലോ. കേട്ടതുകൊണ്ട് കാര്യമില്ല, കാണണം. കണ്ടിട്ടാ പറഞ്ഞത്? കണ്ടതല്ലേ ഉള്ളൂ, കൊണ്ടില്ലല്ലോ. അതുപോട്ടെ, ഞങ്ങൾ ആരാണെന്ന് നീ ചോദിച്ചില്ല. എന്തിനാ ചോദിക്കുന്നത്? വണ്ടിയുടെ നമ്പർ കണ്ടു, ബോർഡ് വായിച്ചു. ഞാനൊരു ഡ്രൈവറായി പോയില്ലേ? അപ്പോൾ നിനക്ക് ഞങ്ങളെ മനസ്സിലായി. പേരും വിലാസവും ഒന്നും അറിയത്തില്ല. ഏത് കൂട്ടരാണെന്ന് പിടികിട്ടി. ചീനാർ എസ്റ്റേറ്റിൽ നിന്ന് വരിക. വിവരിക്കണ്ട, വണ്ടിയിൽ പേര് കണ്ടു. ഞാൻ അജിതയുടെ പപ്പ, പേര് വില്യംസ്. മിലിറ്ററിയിലായിരുന്നു ഞാൻ. എൻ്റെ മകളെയാ സൂസൻ ഫെർണാണ്ടസിൻ്റെ മകൻ അരുൺ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഓ, അത് ശരി. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും വില്യംസ് നോബിളിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ ഒരുപാട് നേരം ഇരിക്കാൻ വന്നതല്ല, തിരക്കുള്ളവരാ, പോകണം. അതുകൊണ്ട് വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. വില്യംസ് മുഖവൂരിയിട്ട് തുടർന്നു. നോബിളെ, നിനക്ക് നിൻ്റെ പപ്പയുടെ വക യാതൊരു സ്വത്തും വേണ്ട എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടു. അതായത് നിൻ്റെ പപ്പയുടെ വിൽപത്രം മുഖേന അവകാശമായി നിൻ്റെ പേരിൽ കിട്ടിയ ചീനാർ എസ്റ്റേറ്റും വസ്തുവകകളും. അതൊന്നും ഇല്ലാതെ ജീവിക്കാമെന്ന് നീ കരുതുന്നത് നിൻ്റെ ചങ്കൂറ്റാണ്, നിൻ്റെ ആണത്താണ്. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കുള്ള വിവരങ്ങൾ അറിയത്തില്ല. സൂസൻ പറഞ്ഞും അരുൺ പറഞ്ഞുമൊക്കെ കാര്യങ്ങളുടെ വാസ്തവത്തിൽ നീ ആ എസ്റ്റേറ്റ് ഉപേക്ഷിച്ചതാണോ? അതോ നിനക്കത് വേണമെന്നുണ്ടോ?
എസ്റ്റേറ്റും വസ്തുവകകളും വേണ്ടാന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാ. വാക്ക് മാറ്റി പറയുന്നവനല്ല നോബിൾ. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു. വില്യൻസ് മന്ദഹാസത്തോടെ മറ്റുള്ളവരെ നോക്കി. കാര്യങ്ങൾ എത്ര എളുപ്പമാണെന്ന് ഭാവത്തിൽ. അപ്പം നിനക്കത് വേണ്ടേ? എത്ര പ്രാവശ്യം പറയണം? നിനക്ക് വേണ്ടാത്ത സ്വത്ത് നീ എന്തിനാ വെറുതെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ വെറുതെ അത് ആർക്കോർക്കും ഇല്ലാതെ നശിപ്പിച്ചു കളയുന്നത്? ഞാൻ കൈവശം വെച്ചിട്ടില്ലല്ലോ. നേരെ ചൊവ്വെ കണ്ടിട്ട് പോലുമില്ല ഞാനത്. വേണ്ടുന്നവർ എടുത്തോളണം. അത് ആരെടുത്തു, എന്തിനെടുത്തു, എന്ത് ചെയ്തു എന്നൊന്നും എനിക്കറിയണ്ട. നിൻ്റെ പേരിലാണ് എസ്റ്റേറ്റ്. നീ അത് എഴുതി കൊടുത്താലേ ആർക്കായാലും നേരെ വണ്ണം നോക്കി നടത്താൻ പറ്റും. എഴുതാനും പിടിക്കാനൊന്നും എനിക്ക് നേരമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടുത്തോന്ന് നീ പറയുന്നുണ്ട്. നിനക്ക് വേണ്ടായിരിക്കും. പക്ഷെ നിൻ്റെ മക്കൾ വലുതാകുമ്പോൾ അവകാശം പറഞ്ഞുകൊണ്ട് വന്നാൽ എന്തു ചെയ്യും? നിൻ്റെ പേരിൽ കിടക്കുന്ന തോട്ടത്തിന് അവർക്കല്ലേ അവകാശം? അതുവരെ ഏറ്റെടുത്ത് നടത്തിയവൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? മക്കളുടെ മക്കളെ വരികയോ വരാതിരിക്കുകയോ അവകാശം പറയുകയോ പറയാതിരിക്കുകയോ അതൊക്കെ അവരുടെ സൗകര്യം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതേപ്പറ്റി തലപുണ്ണാക്കാൻ വയ്യ. എന്നെ വെറുതെ വിട്. ഒന്നിനും അവകാശം പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ശല്യപ്പെടുത്തിയില്ലല്ലോ. പിന്നെ എന്തിനാ എന്നോട് ഈ സൗകര്യക്കേട്? നോബിളിന് ശുണ്ടി പിടിച്ചു. മുട്ടാപ്പോക്ക് പറയല്ലേ നോബിളെ. ആണുങ്ങളെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. തലയിൽ തൊപ്പി വെച്ചോണ്ട് തൊപ്പി വേണ്ട എന്ന് ചുമ്മാ പറയുന്നതിൽ എന്താ അർത്ഥം? തൊപ്പി വേണ്ടെങ്കിൽ തലയിൽ നിന്നും അതെടുത്ത് കളയണം. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടാന്ന് വിളിച്ച് പറയുകയും വേണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആണത്തല്ല. നിനക്ക് എസ്റ്റേറ്റ് വേണ്ടെങ്കിൽ എഴുതി കൊടുത്തേക്കുക. അതാണ് തൻ്റെ ഇടം. നോബിള് തെല്ല് നേരം മൗനമായി നിന്നു. എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാ. വില്യൻസിൻ്റെയും അനുചരന്മാരുടെയും മുഖം പ്രസന്നമായി. ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. ജാൻസി അകത്തുനിന്ന് നോബിളിനെ വിളിച്ചു. നോബിൾ മുറിയിലേക്ക് കയറി. എസ്റ്റേറ്റ് എഴുതി കൊടുക്കുന്നതൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. നീ പോടി അവിടുന്ന്. അതിലൊന്നും നീ തലയിടണ്ട. എനിക്കറിയാം കൈകാര്യം ചെയ്യാൻ. നോബിൾ തിരികെ വരാന്തയിൽ വന്നു. എഴുതി കൊടുക്കാൻ നീ തയ്യാറാണല്ലോ? വില്യംസ് ഒരിക്കൽ കൂടി ചോദിച്ചു. അതെ. എന്നാണ് എഴുതി കൊടുക്കുക? എന്ന് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. വേണമെങ്കിൽ നാളെ തന്നെ. ഈ വിവരം നേരത്തെ അറിഞ്ഞതെങ്കിൽ ഞങ്ങൾ വേണ്ടാത്ത പൊല്ലാപ്പിനൊന്നും പോവുകയില്ലായിരുന്നു. നിന്നോട് നേരിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. എന്നാലല്ലേ നിങ്ങൾ പോവുകയല്ലേ? എനിക്കൊന്ന് കുളിക്കണം, വല്ലതും കഴിക്കണം. ശരി, അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ അരുണിനെയും കൂട്ടി ഇവിടെ വരാം. ഇവിടുന്ന് കാറിൽ നമുക്കൊന്നിച്ച് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാം. വില്യൻസ് എഴുന്നേൽക്കാൻ ഭാവിച്ചു. ഓ, അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. വില്യൻസ് ചോദ്യഭാവത്തിൽ നോക്കി. ഞങ്ങൾ വരാതെ എങ്ങനെയാ? അരുണിൻ്റെ പേരിലേക്ക് എഴുതുമ്പോൾ അവനും കൂടി വേണ്ടേ? എസ്റ്റേറ്റ് അരുണിൻ്റെ പേരിലേക്കാണ് എഴുതി കൊടുക്കുന്നതെന്ന് ആര് പറഞ്ഞു? പിന്നെ വില്യൻസ് അന്തം വിട്ടു. കൂടെയുള്ളവരും പകച്ചു. ഒരു എസ്റ്റേറ്റൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അത് പാവപ്പെട്ടവർക്കും കൂടി ഉപകാരപ്പെടണ്ടേ? ഒന്നുകിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് തന്നെ പങ്കിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അനാഥാലയത്തിനോ മറ്റു വല്ല ധർമ്മസ്ഥാപനങ്ങൾക്കും കൊടുക്കാം. അതും അല്ലെങ്കിൽ വീടും പുരയിടവും ഇല്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കാം. ജീവിതത്തിലൊരു ഗതിയില്ലാത്തവർക്ക് ഉപകാരപ്പെടട്ടെ. വില്യൻസും അനുചരരും പരസ്പരം നോക്കി. നിനക്കത് വേണ്ടെങ്കിൽ പിന്നെ അരുണിനല്ലേ അവകാശം? അവന് കൊടുത്താലെന്താ? എന്തോന്ന് അവകാശം? എൻ്റെ അപ്പൻ എനിക്ക് തന്ന സ്വത്തിൽ അവനെന്താ അവകാശം? അവനെൻ്റെ ആരാ? പോകാൻ പറ. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ എസ്റ്റേറ്റ് കൊടുക്കും. നോബിളെ, എസ്റ്റേറ്റ് നീ അരുണിൻ്റെ പേരിൽ തന്നെ എഴുതി കൊടുക്കണം. അത് പറയാൻ താനാനോടോ? എൻ്റെ അമ്മായിയപ്പനോ? അല്ലല്ലോ. അരുണിൻ്റെ അമ്മായിയപ്പന് എൻ്റെ അപ്പൻ്റെ എസ്റ്റേറ്റിൽ എന്താ കാര്യം? മൈക്കിളിൻ്റെ മുഖം വരുന്നുണ്ട്. വല്ലവർക്കും കൊടുക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അരുണിന് കൊടുക്കുന്നത്? അത് ചിതറി നാനാവിധമാകാതെ കിടന്നോളുമല്ലോ. എടോ, ഒരുത്തന് അത്ര സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അരുണിന് കഴിക്കാനുള്ള വകയൊക്കെ ഇല്ലേ? ഇല്ലാത്തവനാണ് കൊടുക്കേണ്ടത്. അതുകൂടി നിങ്ങൾക്ക് എഴുതി തന്ന നിങ്ങളെ പിന്നെ പാവങ്ങളുടെ മേലെ മെക്കിട്ട് കയറത്തില്ലേ? ഒന്നുകിൽ എസ്റ്റേറ്റ് അങ്ങനെ തന്നെ കിടക്കും. എനിക്ക് വേണ്ട. ഞാനത് എഴുതി കൊടുക്കണമെങ്കിൽ പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൊടുക്കും. നോബിളെ, നിങ്ങൾ പോയാട്ടെ. ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിൻ്റെ അവസാനത്തെ വാക്കാണോ ഇത്? അതെ. വില്യൻസും സംഘവും എഴുന്നേറ്റു. നോബിളെ, നീ പശ്ചാത്തപിക്കേണ്ടി വരും. വില്യൻസ് താക്കീത് ചെയ്തു. അവർ അമർത്തി ചവിട്ടി ഇറങ്ങിപ്പോയി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ജാൻസി പറഞ്ഞു, നമുക്ക് മരണം വരെ എസ്റ്റേറ്റൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലോ? അവരുടെ മുത്തച്ഛൻ കൊടുത്ത സ്വത്തല്ലേ? അത് അവർക്ക് കൂടിയല്ലേ അവകാശം? നാളെ ഒരിക്കൽ അവർക്കത് ഉപകാരപ്പെട്ടെങ്കിലോ? നമ്മുടെ മക്കൾ നമ്മളെ കുറ്റപ്പെടുത്തരുതല്ലോ. അതുകൊണ്ട് എസ്റ്റേറ്റ് എഴുതി കൊടുക്കുന്ന കാര്യം നല്ലപോലെ ആലോചിച്ചിട്ട്.
എസ്റ്റേറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ നിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയോ? നിനക്ക് എസ്റ്റേറ്റിൽ പോയി കൊച്ചമ്മയായിട്ട് ജീവിക്കണോ? പോയിക്കോ. എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തോന്നിയാൽ, മക്കളേതായാലും നമ്മൾ തന്നെയല്ലേ, നമ്മൾ കൊടുക്കുന്നതൊക്കെ മതി അവർക്ക്. ജാൻസി പിന്നെ തർക്കിക്കാൻ പോയില്ല. അധ്യായം 17. ലോറിയിൽ നിന്നും ചരക്കിറക്കി മടങ്ങുകയായിരുന്നു നോബിള്. പുളുമണിയും കൊണ്ട് കൂടെ. സന്ധ്യ ആകുന്നതേ ഉള്ളൂ. കനത്ത മൂടൽമഞ്ഞുള്ളതിനാൽ മഞ്ഞ ലൈറ്റ് പ്രകാശിപ്പിച്ചുകൊണ്ടാണ് യാത്ര. ചുരത്തിൻ്റെ പാതയ്ക്ക് ഒരു വളവിൽ ലോറിക്കാൽ വിശ്രമിക്കാനും കാപ്പി കുടിക്കാനും വണ്ടി തണുപ്പിക്കാനും പതിവായി ഉപയോഗിക്കുന്ന ഒരു താവളമുണ്ട്. 4-5 കടകളും ചാരായ ഷോപ്പും ഒക്കെ ഉള്ള സ്ഥലം. നോബിൾ അവിടെ റോഡരികെ ചേർത്ത് ലോറി പാർക്ക് ചെയ്തു. നോബിളും പുളിമണിയും കൂടി കാപ്പി കുടിക്കാൻ കടയിലേക്ക് കയറി ചെന്നു. കടയിലിരുന്നാൽ ലോറി കാണാം. അവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു ലോറി നോബിളിൻ്റെ ലോറിയുടെ പിന്നിൽ പാർക്ക് ചെയ്തു. അതോടെ നോബിളിൻ്റെ ലോറി കാണാൻ വയ്യെന്നായി. ഇരുട്ടിൻ്റെയും മൂടൽമഞ്ഞിൻ്റെയും മറവിൽ 2 രൂപങ്ങൾ നോബിളിൻ്റെ ലോറിക്ക് സമീപത്തേക്ക് നീങ്ങി. അരമണിക്കൂറിനകം നോബിളും പുളിമണിയും കാപ്പി കൂടി കഴിഞ്ഞ് ലോറിയിൽ തിരിച്ചെത്തി. നോബിള് ലോറി സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ റോഡിലേക്ക് ഇറങ്ങി. മൂടൽ മഞ്ഞുള്ളതിനാൽ വലിയ വേഗതയിലൊന്നും അല്ല ലോറി ഓടിച്ചത്. റോഡിൻ്റെ ഇരുവശത്തും കൊക്കയാണ്. വലതുവശം കിഴക്കാൻ തൂക്കായ പാറക്കെട്ടും. ഒരു വളവിലെത്തിയപ്പോൾ നോബിള് ബ്രേക്കിൽ കാലമർത്തി. അയാൾ ഞെട്ടിപ്പോയി. ബ്രേക്ക് കിട്ടുന്നില്ല. 4-5 ആവർത്തി ആഞ്ഞു ചവിട്ടി. ഇല്ല. ചതിച്ചല്ലോടെ മണി, ബ്രേക്ക് പോയല്ലോടാ, നോബിള് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മണി സ്തംഭിച്ചു പോയി. നോബിള് ഗിയർ ഡൗൺ ചെയ്യാൻ ആവുന്നതും ശ്രമിച്ചു നോക്കി. ഇറക്കത്തിൽ നല്ല വേഗത എടുത്തു കഴിഞ്ഞിരുന്നതിനാൽ ഗിയർ വീഴുന്നില്ല. മുമ്പിലൊരു ഹെയർ പിൻ വളവ്. നോബിള് വണ്ടി വീശിയെടുത്തതും തിരിവിൻ്റെ മറവിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയുടെ ശക്തിയേറിയ ഹെഡ്ലൈറ്റുകൾ പ്രകാശിച്ചതും ഒപ്പമായിരുന്നു. നോബിളിൻ്റെ കണ്ണഞ്ചിപ്പോയി. 2 നിമിഷത്തേക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എവിടേക്കോ എന്തൊക്കെയോ തട്ടി ഉടഞ്ഞ് തകരുന്ന ശബ്ദം, മണിയുടെ നിലവിളിയും. നോബിളിന് സ്റ്റിയറിങ്ങിൽ കുറെ കൂടി ബലമായി പിടിക്കാനേ കഴിഞ്ഞുള്ളൂ. ലോറി അഗാധമായ കൊക്കയിലേക്ക് മറഞ്ഞു. വഴി നോക്കിയിരുന്ന ജാൻസിയുടെ കണ്ണ് കഴിച്ചു. നോബിൾ ഇതുവരെ വന്നിട്ടില്ല. നേരം അർദ്ധരാത്രിയാകുന്നു. അപ്പവും പൊന്നവും എപ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞു. ജാൻസിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരിക്കലും നോബിൾ ഇത്രയും വൈകിട്ടില്ല, പ്രത്യേകിച്ച് തങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. വൈകുമെന്നുണ്ടെങ്കിൽ അക്കാര്യം മുൻകൂട്ടി പറഞ്ഞിട്ടേ പോകൂ. 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തുക പതിവാണ്. സമയം അങ്ങനെ കടന്നു പോവുകയാണ്. എവിടെയോ പാതിരാക്കോഴി കൂവുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അകലെ ഒരു നായ ഓലിയിടുന്നത് കേൾക്കായി. ഏതെങ്കിലും ചാവാലപ്പട്ടിയായിരിക്കണം. എന്നാലും നായ ഓലിയിടുന്നത് ജാൻസിക്ക് പേടിയാണ്. മരണത്തിൻ്റെ ദുർലക്ഷണമാണ് നായയുടെ ഓലിയിടൽ എന്ന് അവൾ കേട്ടിട്ടുണ്ട്. പൊന്നു ഉണർന്ന് കരയാൻ തുടങ്ങിയപ്പോൾ ജാൻസി അകത്ത് നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് മുലയിട്ടാൻ തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ ജോലിക്കാരിയും എഴുന്നേറ്റ് വന്നു. ജാൻസി കുഞ്ഞിനെയും മടിയിൽ വെച്ച് തൂണും ചാരി തളർന്ന മട്ടിലിരിക്കുന്നത് കൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, കുഞ്ഞ് അകത്തോട്ട് വന്നിരിക്കും, മഞ്ഞുണ്ട്, കൊച്ചനും കൂടി പനി പിടിക്കും. ജാൻസി അത് കേട്ടതേയില്ല. അവളുടെ നെഞ്ചിൽ ഭീതിയുടെ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു. സൂസൻ ഫെർണാണ്ടസ് നല്ല ഉറക്കമായിരുന്നു. ടെലിഫോൺ തുടർച്ചയായി കുറേ സമയം ശബ്ദിച്ച ശേഷമാണ് അവർ ഉണർന്നത്. സുഖനിദ്രയ്ക്ക് ഭംഗം നേരിട്ടതിൽ അവർക്ക് നീരസമുണ്ടായി. റിസീവർ എടുത്ത് മാറ്റിവെക്കാനാണ് ആദ്യം അവർക്ക് തോന്നിയത്. എങ്കിലും അങ്ങനെ ചെയ്യാതെ അവർ അത് കാതോട് ചേർത്തു. ഹലോ സൂസൻ ഫെർണാണ്ടസ് ആണോ? അതെ, ഞാനായത് റഷീദ്, ലോറി തെരുവിന്നാ. നിങ്ങൾക്കെന്താ ഇപ്പോൾ ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്ത് വേണ്ടത്? അതെ, നോബിളില്ലേ, നമ്മുടെ നോബിള്, അവനൊരു ആക്സിഡൻറ്റ്. നട്ടലിലൂടെ ഒരു വിറയൽ കടന്നു പോയതുപോലെ സൂസന് തോന്നി. എവിടെ വെച്ച്? നോബിൾ എന്തു പറ്റി? ചുരം ഇറങ്ങുമ്പോഴാണെന്നാണ് കേട്ടത്. ശരിയായ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അതുവഴി വന്ന വണ്ടിക്കാരാ വിവരം പറഞ്ഞു. നോബിൾ എന്തു പറ്റിയെന്ന് പറയൂ. അതൊന്നും അറിയത്തില്ല ഇപ്പോൾ. ഇങ്ങനൊരു വിവരം ഇവിടെ കിട്ടിയതേ ഉള്ളൂ. ലോറി വലിയൊരു കൊക്കയിലേക്ക് മറിഞ്ഞെന്നാണ് പറഞ്ഞത്. രാത്രിയായ കാരണം എവിടെയാ എന്താണെന്നൊന്നും അറിയാൻ മേല. ഒറ്റ നിമിഷം കൊണ്ട് സൂസൻ വിയർപ്പിൽ മുങ്ങി. റിസീവർ പിടിച്ചിരുന്ന കൈ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം
ജഡ്ജി അമ്മയെ വിവരം അറിയിക്കായിരുന്നു. നോബിളിൻ്റെ വീട്ടിൽ വിവരം പറയണോ ജാൻസിയോട്? മറുപടി പറയാൻ സൂസൻ അല്പമൊന്ന് സമയമെടുത്തു. വേണ്ട, അവരുടെ സ്വരം വിറച്ചു. ഞാനിപ്പോൾ തന്നെ ലോറിത്തെരുവിലോട്ട് വരാം, നിങ്ങളവിടെ കാണണം, പമ്പിൻ്റെ മുമ്പിൽ. സൂസൻ റിസീവർ വെച്ചു. ഉൾക്കിടലം കൊണ്ട് അവരാകെ തളർന്നിരിക്കുകയായിരുന്നു. എഴുന്നേൽക്കാൻ വയ്യെന്ന് തോന്നി. കാല് കുഴയുന്നത് പോലെ തോന്നി. വളരെ വേഗം അവർ മുറിയടച്ചിറങ്ങി. മത്തായി ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞു. മത്തായി ചേട്ടൻ എങ്ങും പോയേക്കരുത്, ഇവിടെ കാണണം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കുറിച്ചോളൂ.